സലഫികള് സൗദി അറേബ്യയുടെ വക്താക്കളാണെന്നും അവർ ഈ ഡോളറിന്റെ ആൾക്കാരാണെന്നും സലഫികള് ചാരന്മാരാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇമാം ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ അവരോട് കാട്ടുന്ന നിലപാട്, അവരോട് പറയാനുള്ളത്? ഇത്രയേ ഉള്ളൂ, ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. അതവർക്ക് അറിവില്ലാണ്ട് പറയുന്നൊന്നല്ല, ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി പറയാം. അവരുടെ ആളുകൾ അവർ തന്നെ ലൈവായി വന്നിട്ട് അവർ തന്നെ അവരുടെ നേതാക്കന്മാർ, എന്താണ് അയാളുടെ പേര്, മാഹിർ അൽ ഹിന്ദിയോ അങ്ങനെ എന്തോ ഒരു പേര്, ഈ ഒരു ഇവർക്കൊക്കെ ചോദിച്ചാൽ അറിയാം, വലിയ നേതാവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ആരുടെ ശിഷ്യനാണ്, എന്താണ് അയാളുടെ പേരെന്താണ്, അയാളുടെ പേരൊന്നും ഓർത്തിരിക്കാൻ പറ്റാത്തൊരു കോലമാണ് അങ്ങനത്തെ ഒരാൾ. അങ്ങനെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം അങ്ങനത്തെ അറിയപ്പെടുന്ന ഒരാളാണ്, ഇവർക്കൊക്കെ അറിയുന്ന ആളാണ്. അവർ വന്ന് ലൈവായി അവർ തന്നെ വന്ന് പറയുന്ന കാര്യമാണ് എന്ത്, ഞങ്ങളെ വഹാബിസത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളെ സ്പോൺസർ ചെയ്തിട്ട് പഠിപ്പിക്കാൻ ആര് കൊണ്ടുപോകാറുണ്ട്? ബ്രിട്ടൻ എന്താ ഇസ്ലാമിന് വളരെ അത്രയധികം താല്പര്യമുള്ള ആൾക്കാരാ, അത്രയധികം അഭ്യുദയകാംക്ഷികളാണോ അവർ പറയുന്ന പോലെ? ഇസ്ലാമിനോട് അത്രയധികം നസീഹത്തുള്ള ആൾക്കാർ ബ്രിട്ടൻ ആണോ? അവര് ഇപ്പോഴും യൂട്യൂബിൽ കിട്ടുന്ന കാര്യം, ഞാൻ വെറുതെ തമാശക്ക് പറയുന്നില്ല, ഇപ്പോഴും കിട്ടുന്ന കാര്യമാണ്. അവരവിടെ പോയിട്ട് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവർക്കെതിരെ എങ്ങനെ ദാവത്ത് നടത്താം, ആർക്കെതിരെ? വഹാബികൾക്കെതിരെ എന്ന് അവർ സമ്മതിച്ച കാര്യമാണ്. എന്നുവെച്ചാൽ ചാരന്മാര് അല്ലാഹു മുസ്തആൻ എന്നുള്ളത് നമ്മളെക്കാൾ ചേർന്ന വിശേഷണം അവർക്കാണ്. ആ വിശേഷണം നമ്മളെക്കാൾ ചേരുക അവർക്കാണ്. പിന്നെ നമ്മൾ സൗദിക്കെതിരെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സൗദിയിൽ തിന്മകൾ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. സൗദിക്കെതിരെ നമ്മൾ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കണേ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, എന്ത്, ഫുസ്സാഖു അഹ്ലി സുന്നത്തി ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അ. ഫുസ്സാഖു അഹ്ലി സുന്നത്തി ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അ. അഹ്ലു സുന്നത്തിൽപ്പെട്ട ഫാസിഖീങ്ങളാണ് അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ആബിദീങ്ങളെക്കാൾ ശ്രേഷ്ഠം. അഹ്ലുൽ സുന്നത്തിൽപ്പെട്ട ഫാസിഖീങ്ങളാണ് അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ആബിദീങ്ങളെക്കാൾ ശ്രേഷ്ഠം. ഇമാം അഹ്മദ്. ഇത് സലഫുകളുടെ നിലപാട്, സ്വഹാബത്തിന്റെ നിലപാടാണ്. അത് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നോക്കിയാലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വ്യഭിചാരം ചെയ്തിട്ട് ഗർഭിണിയായിട്ട് വന്ന സ്ത്രീയോട് എത്ര റഹ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത് പഠിച്ചാൽ മനസ്സിലാവും. പിന്നീട് വരാൻ പറഞ്ഞു, ആദ്യം മുഖത്തിരിച്ചു കുറേ വട്ടം, പിന്നെയും അവൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് പോയിട്ട് പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. പ്രസവിച്ചിട്ട് അവളവിടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുക, അവൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞയക്കുന്നത്. പക്ഷെ അവൾ വീണ്ടും വരികയാണ് ആ കുട്ടിനെയും കൊണ്ട്. എന്നിട്ടോ അവളെ കല്ലെറിയിൽ അള്ളാഹിന്റെ നിയമമായതുകൊണ്ട് നടപ്പിലാക്കാം. കല്ലെറിയുമ്പോൾ അവളുടെ ചോര ഉമറന്നെ മുഖത്ത് തെറിക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് വാക്ക് എന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു സ്ത്രീ ആണല്ലോ, അങ്ങനത്തെ ഒരു വാക്ക് വായിന്ന് വന്നപ്പോൾ ഒരിക്കലാണ് പറയരുതെന്ന് പറയും. അഹ്ലു സുന്നത്തിൽപ്പെട്ട ഫാസിഖീങ്ങളോട് റുഹമാഉ റഹ്മത്തുണ്ടാവണം. ആണ് റിഫ്ഖൻ അഹ്ലു സുന്ന ബി അഹ്ലു സുന്ന എന്ന് പറയുന്നത്. ആ ഒരു നിലപാടാണ്. എന്നാൽ അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ആബിദീങ്ങൾ, ഖവാരിജികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇല്ല, ശ്രദ്ധിക്കണേ, സ്വഹാബത്തിനോട് പറയണം, ഏറ്റവും ഏറ്റവും ഉത്തമമായ തലമുറ എൻ്റെ ഉമ്മത്താണ്, എൻ്റെ സമൂഹമാണെന്ന് പറഞ്ഞ ഖൈറുൻ നാസി ഖർനി എന്ന് പറഞ്ഞ ആ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? നിങ്ങൾ അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് ലജ്ജ തോന്നും. നിങ്ങളുടെ നിസ്കാരം അവരുടെ നിസ്കാരമായിട്ട് തോന്നുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിസ്സാരമായിട്ട് തോന്നും നിങ്ങളുടെ നിസ്കാരം. അതുപോലെ തന്നെ അവരുടെ നോമ്പ്. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എവിടെ വെച്ചവരെ കണ്ടാലും കുന്നുകളയാൻ, എവിടെ വെച്ചവരെ കണ്ടു കളഞ്ഞാലും കുന്നുകളയാൻ. ഖവാരിജികളെ പറ്റി കിലാബുന്നാർ എന്ന് പറയുന്നത്, നരകത്തിന്റെ നായ്ക്കളാണെന്ന് പറയുന്നത്. എന്ത് ഈ വ്യത്യാസം? എന്താ നമ്മുടെ വ്യത്യാസമല്ല, ഇബ്നു തൈമിയ്യന്റെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വ്യത്യാസമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വ്യത്യാസമാണ്. അഹ്ലു സുന്നത്തിൽപ്പെട്ട ശരിയായ അഖീദയിലുള്ള തൗഹീദിലുള്ള മനഹജിലുള്ള ഒരാളാണെങ്കിൽ അയാളിലുള്ള ന്യൂനതകൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റായി പരിഗണിക്കില്ല, നമ്മൾ വിമർശിക്കില്ല, ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അത്
അതിനേക്കാൾ വൃത്തികെട്ട കോലമാണ് എന്ത്? ഒരാൾ വിദഅത്തുകാരിലാണ്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ഇനി ഈ വിഷയം പറഞ്ഞെന്തിനാ വെച്ചാൽ, സൗദിയുടെ നിലപാടിനെ വിമർശിക്കുന്ന, അതിൽ തിന്മകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവരെപ്പോഴാണ് ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുന്ന ഒരു നാടിനെതിരെ എപ്പോഴാണ് സംസാരിച്ചിട്ടുള്ളത്? ശ്രദ്ധിക്കണേ. സൗദി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം. പക്ഷെ മന്ത്രിമാർക്ക് നിർദ്ദേശങ്ങളെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു നിയമം എന്നുള്ളത്. ഇത് ഖുർആൻ സുന്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മലിക് സൽമാൻ ഹഫിദുല്ലാഹ് അദ്ദേഹം പല സന്ദർഭങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദീനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്, ഖുർആൻ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അത് സ്വഹാബത്ത് എങ്ങനെ അങ്ങനെ തന്നെ മുൻതുടർന്നു വെച്ചാൽ സലഫി അഖീദയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണകൂടമാണ്. നിങ്ങൾ അത് മനസ്സിലാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞില്ല. ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിദുല്ലാഹ് അദ്ദേഹം ഷെയ്ഖ് മുഖബിൽ റഹ്മുള്ളയെ കാണുന്നൊരു സംഭവം ഉണ്ട് അവസാന കാലഘട്ടത്തിൽ. അപ്പം ഇമാം മുഖബിൽ റഹ്മുള്ളയോട് ഷെയ്ഖ് റയീസ് ചോദിക്കുന്ന ചോദ്യം, താങ്കൾക്ക് മുമ്പ് വലിയ വലിയ ഇമാമികളായ ഷൗക്കാനി, സുനാനി, ഇങ്ങനെ പലരും വലിയ വലിയ ഇമാമിയങ്ങൾ യമനിൽ വന്നിട്ട് പോലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത മാറ്റാണ് താങ്കൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ. അതിനെന്തെങ്കിലും ഹിക്മത്ത്, എന്തെങ്കിലും കാരണം താങ്കൾക്ക് അറിയെങ്കിൽ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കും അത് ദൈവത്തിൽ ഉപകാരപ്പെടുത്താമെന്നുള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്. അപ്പം ഷെയ്ഖ് മുഖബിൽ പറയുന്നത് എന്താണെന്നറിയോ? ആ കാലഘട്ടത്തിൽ പോലല്ല ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സൗദി ഭരണകൂടത്തിൻ്റെ ദഅവത്തിൻ്റെ ഫലമായിട്ട് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ യമനിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് അവിടെ പോയിട്ട് അവരെ വിളിക്കേണ്ട എന്തെന്നിട്ടുള്ളൂ പണി ഉണ്ടായിട്ടുള്ളൂ. എനിക്കവിടെ പോയിട്ട് അവരെ ക്ഷണിക്കേണ്ട പണി എനിക്കുണ്ടായിട്ടുള്ളൂ. അവർ വളരെ വേഗത്തിൽ എന്ത് ചെയ്തു? ദഅവത്ത് സ്വീകരിച്ചു എന്ന് എന്ത് ചെയ്യണം അവർ പറയണം. എന്നുവെച്ചാൽ സൗദി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് അതിന് തന്നെ, ദീൻ തന്നെയാണ്. പക്ഷെ പോരായ്മകളുണ്ട്. നമ്മൾ പോരായ്മകൾ എന്തെന്നില്ല, നമ്മളില്ല എന്ന് പറയുന്നില്ല. തെറ്റിന് ന്യൂനാണെന്ന്, തെറ്റുകളില്ലാത്ത പാപമുക്തരാണെന്നൊന്നും പറയുന്നില്ല. പോരായ്മകളുണ്ട്, ഒരുപാട് പോരായ്മകൾ പല വിഷയത്തിലുണ്ട്. പക്ഷെ അതൊന്നും അഖീദയും മനഹജയും ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ട് അത് നിസ്സാരാണെന്നാണോ അല്ല പറയുന്നത്? അല്ല. അത് ഇവർ പറയുന്നത് ആ തെറ്റുകളൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, ചൂണ്ടിക്കാണിക്കുന്നില്ല, വിമർശിക്കുന്നില്ല. വിമർശിക്കുന്നവർ ജയിലിലടക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താ? മനസ്സിലായി? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്നതിന് അർത്ഥം, അതിൻ്റെ സത്യാവസ്ഥ എന്തതിൻ്റെ അർത്ഥം? ആ പണ്ഡിതന്മാരാരും, ഷെയ്ഖ് ഇബ്നു ബാസും ഇബ്നു ഉസൈമീനും, നിങ്ങളെ പണ്ഡിതന്മാരൊന്നും ആരും ഈ ഭരണാധികാരികളുടെ ഈ വിഷയങ്ങളൊന്നും ഹറാമൊന്നും ഉണർത്താറില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും അത് ചെയ്യുന്നു? എന്താ വിഷയം എന്താണെന്നറിയോ? ഇവരാരും ഇവരുടെ എന്താ പറയാ നേതാക്കന്മാർ ചെയ്യുന്ന പോലെ പള്ളി മെമ്പറിന്മേൽ നിന്ന് അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ നടുവിൽ നിന്ന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഇവരെ കുറ്റം എടുത്ത് പറഞ്ഞിട്ട് ആളുകളെ ആവേശം കൊള്ളിച്ച് ഖവാരിജികളാക്കി മാറ്റാറില്ല. എത്ര നാടുകളാണ് നശിച്ചു പോയത്, കുട്ടിച്ചോറായത്? എത്ര നാടുകളുണ്ടെന്നറിയോ? സിറിയ ആയിക്കോട്ടെ, ലെബനാൻ ആയിക്കോട്ടെ, ടുണീഷ്യ ആയിക്കോട്ടെ, എത്ര നാടുകളുണ്ട്. അതൊക്കെ ഇനി പഴയപടി ആവണമെങ്കിൽ എത്ര കാലം എടുക്കുമെന്നറിയോ? അത് ഈ ഇവരുടെ നേതാക്കന്മാരെ കൊണ്ടാണ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഭരണാധികാരികൾക്കെതിരെ ആൾക്കാരെ മുന്നിൽ ഭരണാധികാരിനെ വിമർശിക്കുമ്പോൾ മൻ അറാദ സുൽത്താനിൻ എന്താണ് ഫൽയഖുദ് ബിയദിഹി. ആരാണോ അധികാരമുള്ള ഒരാളെ നസീഹത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ കൈക്ക് പിടിച്ചുകൊള്ളട്ടെ. എന്ന് വെച്ചാൽ കൈക്ക് പിടിക്കുകയാണെങ്കിൽ എത്ര അടുത്ത് നിൽക്കണം? തൊട്ടടുത്ത് നിൽക്കണം. ഫലാ യുബ്ദിഹി അലാനിയത്തൻ. ആ നസീഹത്ത് പരസ്യാക്കരുത്. ഇത് നബി സ്വല്ലല്ലാഹു കൽപ്പനയാണ്. ഭരണാധികാരികൾക്കെതിരിൽ മിമ്പറിൽ വെച്ച് പരസ്യമായി സംസാരിക്കുക എന്നുള്ളത് അത് പാടില്ല. ഇവർ പറയാ അബൂ മൂസ അശ്അരി എന്താണ് മർവാൻ എന്ന ഭരണാധികാരി ഈദിന് മുമ്പ് ഈദ് നിസ്കാരത്തിന് മുമ്പ് ഖുത്ബ നടത്തിയപ്പോൾ ഒരാൾ പരസ്യമായി പറഞ്ഞില്ലേ, അത് ഭരണാധികാരിക്ക് മുന്നിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഭരണാധികാരിക്ക് മുന്നിൽ വെച്ച് പറയും, നാട്ടുകാരെ മുന്നിൽ വെച്ചിട്ടാണ് പറയാ ഭരണാധികാരിക്ക് അതിൽ കുറ്റങ്ങൾ. അത് പറയരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. അത് പറയരുത് എന്നുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്.
അല്ലാണ്ട് ഇബ്നു തൈമിയ്യ മുഹമ്മദ് അബ്ദുൽ അവരുടെ പോക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളല്ല. നമുക്കറിയാം, എന്താ പറയാ, പല ഫിത്തനകളിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ തോന്നുന്നു പല വിഷയങ്ങളിലും പല താപീയങ്ങളും വന്നിട്ട് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളെന്താ ഉസ്മാനോട് ആ വിഷയം സൂചിപ്പിക്കാത്തത്, ഈ വിഷയം ഇതിലിങ്ങനെ അപാകത ഉണ്ട് സൂചിപ്പിക്കാത്തത് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുന്നതെന്നറിയോ, ഞാൻ സൂചിപ്പിക്കുന്നൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടാണെന്ന് ചോദിക്കും. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രീതിയല്ല അത്. പരസ്യമായിട്ട് എന്താ പറയാ, പല ആളുകളും എന്താ പറയാ ആവേശം കൊള്ളിച്ച് എന്താ പറയാ യുവാക്കളുടെ വികാരം ആളിക്കത്തിക്കുന്ന എത്രക്ക് സംസാരങ്ങൾ വരെ കിട്ടും ഇവരുടെ നേതാക്കന്മാരുടെ. അങ്ങനെയുള്ളവരെ പിടിച്ച് ജയിലിടണം. ഞാനൊക്കെയാണ് പറഞ്ഞത് നല്ല അടി കൊടുത്തിട്ടുള്ളൂ, അവർ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുള്ളൂ. അവരെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ശിക്ഷയാണ് ജയിലിടുക. അങ്ങനെയുള്ളവർ ജയിലിടാതെ അങ്ങനെയുള്ളവരെ ജയിലിടുക, അല്ലെങ്കിൽ അത് ഏറ്റവും ദീൻ പഠിപ്പിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് അങ്ങനെയുള്ള ആളുകൾക്ക്. ശരിക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞെന്താ, കിട്ടിയ കൊന്നുകളയാ പറഞ്ഞു. എന്നിട്ട് ഇവരെ പറ്റി പറയാം, ഇവര് പറയുന്നതാ അറിയോ, ആളുകൾക്ക് പ്രചരിപ്പിക്കാന്നറിയോ, സൗദി ഭരണകൂടം പണ്ഡിതന്മാരെ ജയിലിലടയ്ക്കുന്നു, തുറുങ്കിലടയ്ക്കുന്നു, പണ്ഡിതന്മാരെ സ്വയം എന്താണ് ഭരണാധികാരി അവരുടെ കൈവെള്ളയിൽ നിർത്തുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഉലമാ സലാത്തി എന്ന് പറയാം, സത്യം വിളിച്ചു പറയുന്നവരെ തുറുങ്കിലടയ്ക്കുന്ന ഭരണകൂടം. എത്ര നീചമായ പ്രവൃത്തിയാണ്. അങ്ങനെ ദീനല്ലാത്തോണ്ടാണ്. ദീൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയോ, സമൂഹത്തിൽ ഏറ്റവും അധികം നിങ്ങൾ പലപ്പോഴും ചരിത്രത്തിൽ നിങ്ങൾ സാധാരണക്കാരായിട്ട് പോലും കേട്ടിട്ടുണ്ടാവും, അത്രയധികം ക്രൂരനായ, ചരിത്രത്തിൽ ക്രൂരത കൊണ്ട് അറിയപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ആര്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ ക്രൂരനായ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് താബിഈങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വരുന്നത്. ഏറ്റവും ചരിത്രങ്ങൾ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി. ഇവരൊക്കെ ഇത് പറഞ്ഞിട്ടാണല്ലോ, ക്രൂരത പറഞ്ഞിട്ടാണല്ലോ ഈ സമരങ്ങളും വിപ്ലവങ്ങളും നടത്തുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഈ വിഷയം പറയുമ്പോൾ എന്താ പറയുന്നത് അറിയോ? എന്താ പറയുന്നത്? സമരം നടത്തൂ എന്നല്ല പറയുന്നത്, ഇസ്ബിറൂ, ക്ഷമിക്കാനാ പറയുന്നത്. ഹജ്ജാജിന്റെ ഭരണത്തിൽ ക്ഷമിക്കണമെങ്കിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനെങ്കിൽ അത് അനസ് ബിൻ മാലിക് സ്വന്തം ഇഷ്ടം പ്രകാരം പറയുന്നില്ല. എന്നിട്ട് പറയുന്നത് സമിഅതുഹാ മിൻ റസൂലിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂൽ എന്ന് കേട്ടതാണ്. ഹജ്ജാജിന്റെ അത്രയും ക്രൂരമായ ഭരണത്തിൽ ക്ഷമിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയെങ്കിൽ ഇവർ ഈ നടത്തുന്ന തോന്നിയാസങ്ങൾക്ക് ഇവർ പേരിട്ട മുല്ലപ്പൂ വിപ്ലവം എന്ന, അറബ് വസന്തം എന്ന. അറബ് വസന്തല്ല, അത് അറബ് നാടിന്റെ നാശാണ്. അത് കാണാം അറബ് നാടുകൾ പോയി കഴിഞ്ഞാൽ. നമ്മൾ ഏറ്റവും അധികം താക്കീത് ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും ഈ വിഷയത്തിൽ, ഖവാരിജുകളുടെ വിഷയത്തിൽ. നിങ്ങളൊന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ നോക്കിയാൽ കാണാം, തൗഹീദിനും ശിർക്കിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ, മുശ്രിക്കീങ്ങളും കാഫിറുകളെ പറ്റി സംസാരിച്ച്, മുനാഫികളെ പറ്റി സംസാരിച്ചൊക്കെ അത് മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും അധികം സംസാരിച്ചിട്ട് ഖവാരിജിനെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഏറ്റവും അധികം ഫിത്തന അവരെ കൊണ്ടുണ്ടാവുക, ഏറ്റവും അധികം ഫിത്തന അവരെ കൊണ്ടുണ്ടാവുക. ആ ഖവാരിജികളുടെ ആധുനിക രൂപമാണ് ഈ ഇഖ്വാൻ മുസ്ലിമീൻ, ജമാഅത്തെ ഇസ്ലാമി, സിമി, SDP, കുറേ കാര്യങ്ങളുണ്ട്, NDF തുടങ്ങി. അതൊക്കെ ഇതിന്റെ വകഭേദങ്ങളാണ്. ഒരേ തൂവൽ പക്ഷികൾ പറയുന്ന പോലെ എല്ലാം ഒരേ കാര്യത്തിൽ. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കുകയോ അംഗമാവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവര് പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് മുന്നിൽ ന്യൂസിലൊക്കെ കാണിക്കുന്നത് എന്താ? ഇസ്ലാമിന് വേണ്ടി പ്രതിരോധിക്കുന്ന, ഇസ്ലാമിന് വേണ്ടി ശ്രദ്ധിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്നുള്ള തരത്തിൽ അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവരെ നമ്മൾ മിണ്ടാതാക്കിയിട്ടില്ലെങ്കിൽ അവർ നമുക്ക് അപകടം കൊണ്ടുവന്ന് തരും. ആരുപോലെ ഇന്ന് ഫലസ്തീനിൽ നിന്ന് നടക്കുന്നത്, ഹമാസിനെ കൊണ്ട് ഇവർ തുരങ്കത്തിലുള്ള നിൽക്കുക, എന്നിട്ട് ആരും നോക്കാതെ പുറത്ത് ചാടിയിട്ട് അപ്പുറത്തേക്കൊരു ചെറിയൊരു ബോംബെടുത്തിടുക, എന്നിട്ട് ഇവർ ഉള്ളിക്കൽ ഒളിച്ചിരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് വലിയ വലിയ മിസൈലുകളൊക്കെ സാധാരണക്കാരായ കുട്ടികൾ, സ്ത്രീകൾ, വയസ്സന്മാർ, ഒന്നും അറിയാത്ത ആൾക്കാർ, ഇവരിങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുക. എന്നിട്ട് ജിഹാദാണ് അത്രേ. ഇത് എവിടുത്തെ ജിഹാദാണ്? ആണുങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ദീനിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് ചെയ്യണം. അതാണ് ജിഹാദ്.
ഇത് അടിച്ചിട്ട് തിരിച്ചടി വരുമ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന, കുട്ടികളെ കൊല്ലാൻ ഇട്ട് കൊടുക്കുന്ന, ഇതെന്ത് ജിഹാദാ? ഇത് ഏത് ദീൻ പഠിപ്പിച്ചെന്നതാ? നമ്മൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് ഇവരിപ്പോൾ ഹമാസ് വന്നില്ലേ, അപ്പോൾ ഇവർ പ്രതിരോധിച്ചിരുന്നെങ്കിൽ, അവരെ പിന്തുണയ്ക്കാതിരുന്നെങ്കിൽ അവർക്ക് അവരുടെ നാട് രക്ഷപ്പെട്ടേനെ. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള SDPI ആയിക്കോട്ടെ, അങ്ങനെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്, ഇവർ ദീനിൻ്റെ വക്താക്കളാണ്, സംരക്ഷകരാണെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ അവരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ ഈ നമ്മുടെ നാട് ദൂരാവും. ഒരു സംശയം വേണ്ട, അവരുടെ മനഹജ് ഇതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ആകും. നമ്മൾ അവരെതിൽ സംസാരിച്ചില്ലെങ്കിൽ, അവരെ തകർത്ത് കളഞ്ഞില്ലെങ്കിൽ, ദീനീപരമായിട്ട് വാക്കുകൾ കൊണ്ട്, തെളിവുകൾ കൊണ്ട് തകർത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാടും അതേപോലെ. അത് ചരിത്രം അതിന് സാക്ഷിയാണ്. അവർക്ക് പിന്തുണ കിട്ടിയിട്ട് നാടുകളൊക്കെ കുട്ടിച്ചോറായിട്ടുള്ളതേ അല്ലാത്തൊരു നാടുമില്ല. ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചാരന്മാർ എന്നുള്ള വിശേഷണം ഏറ്റവും അധികം ചേരുക അവർക്കാണ്. അവർ നശിപ്പിച്ച നാടുകൾ ഞാൻ ഓരോ ചെറിയ പ്രദേശം, രാജ്യങ്ങൾ തന്നെ ഉണ്ട് എണ്ണി പറയാൻ പറ്റുന്ന. മുല്ലപ്പൂ ഇപ്പോഴും അറബോസ് എന്നുള്ള പേരിൽ എത്ര നാടുകൾ നശിപ്പിച്ചത്. അപ്പോ എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞു, ദീനിൽ ആവേശമല്ല പ്രധാനം. ഓരോ വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ മുറുകെ പിടിക്കലാണ് നമുക്ക് പ്രധാനം. ഇവർ നമ്മളിങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇങ്ങനെ ക്ഷമിച്ചിരുന്നാൽ നമുക്ക് എത്ര കാലങ്ങൾ ക്ഷമിക്കേണ്ടി വരും? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗദ്, എന്നെ ഹൗദിൽ കണ്ടുമുട്ടുന്നവർ. ഈ ഭരണാധികാരി ഈ ദുൽമുമായിട്ട് ഈ തിന്മകൾ അവസാനിപ്പിക്കാതെ ഇങ്ങനെ തന്നെ തുടർന്നാൽ അങ്ങനെ തന്നെ നമുക്ക് തുടരേണ്ടി വരും. നമുക്കൊന്നും ദീനിൽ മാറ്റം വരൂലാന്ന്. ഇതെത്ര കാര്യങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, സമരം നടത്താനോ വിപ്ലവം നടത്താനോ പാടില്ല. ദീനിൻ്റെ രീതിയല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്.